അത് വളരെ വ്യക്തമാണ്. ഇത് പറഞ്ഞു വരുന്നത് തുടർച്ചയായിട്ട് തന്നെയാണത്. അതെ, അറിയാത്തതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണനെ മാത്രമല്ല, ഉണ്ണികൃഷ്ണനോട് പെക്കെ എന്ന സംഘടനയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഉണ്ണികൃഷ്ണനെതിരെ ഉണ്ടായ കേസും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നേരിടട്ടെ. അത് FIRും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് അദ്ദേഹം നേരിടും. പക്ഷേ സംഘടന എന്ന നിലയിൽ ഈ ആരോപണം ഉന്നയിച്ച കേസ് കൊടുത്ത വ്യക്തി ഞങ്ങളുടെ സംഘടനയുടെ അംഗമല്ല. അവർക്കുണ്ടാകുന്ന പരാതികൾ അവർ നിർമ്മാതാക്കളുടെ സംഘടനയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ അതിനു പകരം എല്ലാ ആരോപണങ്ങളും ഉണ്ണികൃഷ്ണന്റെ മേലേക്കാണ് വയ്ക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ അവരുടെ ഒരു വിഷയങ്ങളിലും ഇടപെടുകയോ അവരുടെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടത്തുന്ന ചർച്ചകളിലൊന്നും ഇടപെട്ടിട്ടുള്ള ആളല്ല. അവരുടെ നിരവധിയായ പരാതികൾ ഞങ്ങളുടെ സംഘടനകളുമായിട്ട് അവർക്കുണ്ടായിരുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ പരാതികളോ വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയും അവരുമായിട്ട് നടത്തി പരിഹാരം കണ്ടത് ഉണ്ണികൃഷ്ണനാണ്. ഫെഫ്കയുടെ നേതൃത്വമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അവരോട് നമ്മൾ ഒരു ഘട്ടത്തിലും അവരോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് അവർക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പല കേസുകളിലും അവർക്ക് നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്തുകൊണ്ട് വന്ന പല ഘട്ടങ്ങളിലും അതിന് ന്യായാന്യായങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മേടിച്ചു കൊടുക്കുന്ന രീതി തന്നെയാണ് തുടർന്നു വന്നത്. ഈ ജൂതൻ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിനെ കുറിച്ച് അവർ പലയിടത്തും പറയുന്നുണ്ട്. ജൂതൻ ഭദ്രൻ എന്ന ഡയറക്ടർ ചെയ്യേണ്ട സിനിമയാണ്. അതിന്റെ നിർമ്മാതാവ് ഇവരല്ല. എന്നിട്ട് പോലും അവരാവശ്യപ്പെടുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരമാണ് ആ സിനിമ നടക്കാതെ പോയതിന് കാരണം. അതിന്റെ നിർമ്മാതാവല്ലെങ്കിൽ പോലും അതിന്റെ നിർമ്മാതാവായ വ്യക്തി ഇനിയും ആ സിനിമ ചെയ്യുകയാണെങ്കിൽ സംവിധായകൻ ഭദ്രൻ 15 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്നുള്ളൊരു ധാരണ ആയി കഴിഞ്ഞിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജൂഡ് ആന്റണിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മിഥുൻ മാനുവൽ തോമസ് ഉണ്ട്. അവരുമായിട്ടുള്ള തർക്ക ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു സിനിമ? ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അവർ നിർമ്മാതാവെന്ന നിലയിൽ അവർ പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാകുകയും ഇവരതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ഇവരെയും ഞാനും പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ ആ ധാരണയാകുകയും മിഥുൻ മാനുവൽ തോമസിൻ്റെ 7 ലക്ഷം രൂപയാണ് അവർ തിരികെ വാങ്ങിയത്. എന്നിട്ട് ആ ചെയ്ത പടത്തിന് ഓം ശാന്തി ഓശാനയ്ക്ക് ഒരു പ്രതിഫലവും വാങ്ങാതെ അദ്ദേഹം മറ്റ് പുതിയ പ്രൊഡ്യൂസർക്ക് വേണ്ടി ആ സിനിമ ചെയ്യും. അതുതന്നെയാണ് ജൂഡ് ആന്റണിക്കും ഉണ്ടായ അനുഭവം. അദ്ദേഹത്തിന് ഇന്ന് എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ തലങ്ങൾ എത്താൻ കഴിഞ്ഞില്ല. ജൂഡിന്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ മിഥു മാനുവൽ തോമസ് പിന്നീട് അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തു കൊടുത്തു. ആട് എന്ന സിനിമ അവർക്ക് വേണ്ടിയിട്ട് അവർ നിർമ്മിച്ച സിനിമ അതിന് പരിഹാരമായിട്ട് ചെയ്തു കൊടുത്തയാളാണ് മിഥുൻ. മിഥുനിൽ നിന്നും ഇത് കൂടാതെ ഒരു മാപ്പപേക്ഷ ആവശ്യപ്പെട്ടു. അതും നമ്മൾ വാങ്ങിക്കൊടുത്തു. മിഥുനെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വന്ന ഒരാളെ കൊണ്ട് അയാളിൽ നിന്നും മാപ്പപേക്ഷ വാങ്ങിയ ശേഷമാണ് ആ സിനിമ ചെയ്ത് കൊടുത്തത്. പിന്നെയുള്ളത് ഇത്രയും പരാതികൾ പെഫ്കയ്ക്കെതിരെയും പെഫ്കയിലേക്കും കൊണ്ടുവരുന്ന സാന്ദ്ര ഇതുവരെയും ഒരു പരാതി പോലും പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിട്ടില്ല. ഇടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു തർക്കപരിഹാരത്തിലും ജനറൽ സെക്രട്ടറി അതിലിടപെടുകയും അതും പരിഹരിച്ചു കൊടുക്കുകയും ഇങ്ങനെ നിരവധിയായ സിനിമകളുണ്ട്. 10-ാം വിളവ് എന്ന സിനിമയുണ്ട്. 10-ാം വിളവ് എന്ന സിനിമയുടെ സംവിധായകനായ പത്മകുമാറിൽ നിന്നും അവർ 25 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടത്. അതിന്റെ അതെ, അതിലേക്കാണ് വരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് അവർ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പരാതികളും കാര്യങ്ങളും വരെയും അതിലേക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാന്ദ്ര തോമസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവർക്ക് അനുകൂലമായ പരിഹാരം കണ്ടെത്തിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണനും പെഫ്ക എന്ന സംഘടനയും. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഒരു കോൺസ്പിറസി ഇതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നൊരു കാര്യം. നേരത്തെ ഷാലു പയ്യാട് പറഞ്ഞപ്പോഴും ഷാലു പയ്യാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ബെന്നി സൂചിപ്പിച്ച പ്രൊഡ്യൂസറും ഈ വിധത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഈ 3 പെൺകുട്ടികൾ കഴിഞ്ഞ ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇത് അറിഞ്ഞപ്പോൾ നമ്മളുടെ സംഘടനയുടെ വർക്കിംഗ് സെക്രട്ടറി സോഹൻ ഉൾപ്പെടെയുള്ളവർ, ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അവിടെ രാത്രിയിൽ അധികം ആൾസഞ്ചാരമില്ലാത്തൊരു വഴിയാണ് നിങ്ങൾക്കറിയാം.
അവിടെ അവർക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ 3-4 പേര് ആ പരിസരത്ത് നിന്നിരുന്നു. അവിടേക്ക് 2 WCCയുടെ അംഗങ്ങളാണ് വന്നത്. ഒന്ന് ഒരു പ്രമുഖ നടിയും ഒന്ന് ആ സംഘടനയുടെ അംഗമായ ഇവിടുത്തെ ഈ നഗരത്തിലെ തന്നെ ഒരു പ്രമുഖ കോളേജിലെ ഡീനായ ഒരു വ്യക്തിയും കൂടെ ആ രാത്രിയിൽ അവിടെ വന്നിട്ട് അപ്പോൾ ഈ 3 പെൺകുട്ടികൾ രാത്രിയിൽ അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, നിങ്ങൾ രാത്രിയിൽ വീട്ടിൽ പോകും, നാളെ വന്ന് വീണ്ടും നിങ്ങൾ ഇരുന്നോളൂ, അതിനുശേഷം നാളെ പ്രശ്നം പരിഹരിക്കുന്ന ചർച്ചയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ അവർ നിർബന്ധിച്ച് ആ ഇരുട്ടിൽ ആ കൊതുകുകളി കൊണ്ട് അവിടെ ഇരുത്താനുള്ള നിർബന്ധം ഈ വന്ന 2 പേർക്കായിരുന്നു. അവിടെ അവരെ സേഫായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെ കയറ്റി അവരെ സേഫായിട്ട് അടച്ച് അവിടെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ അവിടുത്തെ ഒരു സാന്നിധ്യം ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരെല്ലാം WCCയുടെ അംഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കോൺസ്പിറസി ഫെഫ്കയ്ക്കെതിരായിട്ട് ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരായിട്ട് പ്രത്യേകിച്ച് ബി ഉണ്ണികൃഷ്ണനായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇതുപോലുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസ്പിറസിയുടെ ഒരു വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്താണ് ഇതിന്റെ പുറകിൽ ഈ കേസിനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള പ്രേരകമായ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇത് തന്നെയാണ് ഈ വിഷയങ്ങളിലെല്ലാം അവർ കമന്റ് ഇടുകയും പോസ്റ്റ് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇവരുടെ അംഗങ്ങൾ തന്നെയാണ്. സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണം പോലീസ് കേസ് എടുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ സംഘടനയിൽ പരാതി നൽകില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സംഘടനയിൽ പരാതി സംഘടനയിൽ പരാതി നൽകില്ല എന്ന് സാർ തന്നെ ആവർത്തിച്ചു പറയുന്നു. അല്ല, അത് അവരുടെ സംഘടനയിൽ പരാതി നൽകില്ലെന്നാണ്. സമൂഹത്തിൽ പോലീസ് സ്റ്റേഷനിലല്ലേ പരാതി കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയില്ലേ, ഒരു ഭരണ സംവിധാനമില്ലേ? നമ്മുടെ മുമ്പിൽ അവർ കൊണ്ടുവന്ന പരാതികൾ നമ്മൾ പരിഹരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നമ്മുടെ സംഘടനയിൽ അംഗമല്ലെങ്കിൽ പോലും അവർ നമ്മുടെ സംഘടനയിൽ വരുന്ന പരാതികൾ ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ പരിഹാരം നടത്തി കൊടുത്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ സംഘടനയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അവർ പരാതികൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുമ്പിൽ തൊഴിൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും ആ സമയത്ത് ആ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നുള്ള പരാതി നിലനിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പരാതി നിലനിൽക്കുക, അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകാതിരിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഒരു വശം കൂടി അതിനുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള ചർച്ചയിൽ അവർ ആരോപിക്കപ്പെടുന്നതിൽ ഉണ്ണികൃഷ്ണൻ പങ്കെടുത്തിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. അവർ ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ നടപടികളിലൂടെ പോകേണ്ടതാണ്. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു അതെ അതെ ഒരു 3 മാസം മുൻപേ ആണെന്ന് തോന്നുന്നു അവരതുമായി ബന്ധപ്പെട്ട് അതായത് 4 പ്രൊഡ്യൂസേഴ്സിനെതിരെ പരാതി നൽകുകയും അതിൽ FIR ഇടുകയും അതിൽ അന്വേഷണം വരികയും ചെയ്തതാണ്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഒക്കെ നടന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായ സംഭവമാണ്. അത് അവര് തൊഴിൽ പ്രശ്നങ്ങളാണ്, സെറ്റിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അവരോട് മോശമായി ബിഹേവ് ചെയ്തു, അതായത് ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള തരത്തിലുള്ള പരാതിയായിരുന്നു. അങ്ങനെ ഒരു പരാതി നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ വെച്ച് നടന്ന സംഭവമായിട്ട് അതെ അങ്ങനെ പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഇതില് അവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമീപിക്കത്തില്ലല്ലോ. അല്ല, അത് അവരുടെ വിഷയമല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ സംഘടനയിലേക്ക് അവർ വന്ന പരാതികൾ അവർക്ക് ഞങ്ങളുടെ അംഗങ്ങളുമായിട്ടുള്ള പരാതികളിൽ നമ്മൾ പരിഹാരം കണ്ടെത്തി കൊടുത്തതാണ്. പിന്നെ എന്തിനാണ് പിന്നെയും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പ്രൊഡ്യൂസർമാരുമായിട്ട് ആ വിഷയമുണ്ടെങ്കിൽ അത് അവിടെയല്ല, അവരുമായിട്ടല്ല തീർക്കേണ്ടത്. അതിൽ ഞങ്ങൾക്കെതിരായിട്ട് എന്തിനാണ് ഒരു നിലപാടെടുക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. സംഘടനയ്ക്കെതിരെയോ ആ സംഘടനയിലെ മറ്റു ഭാരവാഹികൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ആ സംഘടനയിലെ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഏത് സംഘടനയിലെ? ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ. അതെ, അതിനാണ് സ്വാഭാവികമായിട്ട് സംഘടന കൂടിയാലോചിക്കുകയും മറ്റു ഭാരവാഹികൾ ഒരുമിച്ചിരിക്കുകയും ബി ഉണ്ണികൃഷ്ണനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് ഫെഫ്ക ആലോചിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഞങ്ങൾ ഉണ്ണികൃഷ്ണനടുത്ത് നമ്മൾ അതിന്റെ വിശദീകരണം ചോദിച്ചു. അദ്ദേഹം അവിടെ പോയിട്ടില്ല. വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമാണ്. അതെ, തൃപ്തികരമാണ്. കൂടിയാലോചിച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെതിരെ സംഘടനാ തലത്തിൽ ഒരു നടപടിയും ഇല്ല. അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം അവിടെ ആ മീറ്റിംഗിൽ പോയിട്ടില്ല. ആ മീറ്റിംഗിൽ അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമാണ്.